പലപ്പോഴും നമ്മുടെ നാടുകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ പല ആളുകളും സത്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിന്റെ അളവുകോലായി കണക്കാക്കാറുള്ളത് പലപ്പോഴും ഭൂരിപക്ഷത്തെയാണ്. ഭൂരിപക്ഷം ജനങ്ങളും എവിടെയാണ് എന്നാൽ ഞാൻ അവിടെ നിലയുറപ്പിക്കാം. എന്റെ ഉസ്താദുമാർ അവരെവിടെയാണ്, അവിടെ ഞാൻ നിലയുറപ്പിക്കാം. എന്റെ കാരണവന്മാർ അവരെവിടെയാണ്, അവിടെ ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കാം. ഇതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പല ആളുകളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട്. ഭൂരിപക്ഷം നോക്കി നിലപാട് വ്യക്തമാക്കുക. ഇത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ചു പറഞ്ഞ കാര്യമാണ്. നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് ഭൂരിപക്ഷത്തെ നോക്കിയല്ല സഹോദരങ്ങളെ, നാട്ടുനടപ്പ് നോക്കിയല്ല സഹോദരങ്ങളെ. ഉസ്താദുമാരും അതുപോലെ തന്നെ നേതാക്കന്മാരും കാരണവന്മാരും ഏതൊരു മാർഗത്തിലാണോ അത് നോക്കിയല്ല ഇസ്ലാമിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. മറിച്ച് ഇസ്ലാമിന്റെ പ്രമാണങ്ങളായ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അത് പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് ഭിന്നതകളിൽ നമ്മൾ അഭിപ്രായം സ്വീകരിക്കേണ്ടത്. അല്ലാഹു പറഞ്ഞതായി കാണാം, വഇൻ തുതി അക്സറ മൻ ഫിൽ അർളി യുളില്ലൂക അൻ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, താങ്കളെങ്ങാനും ഭൂമിയിലുള്ള ഭൂരിഭാഗം ആളുകളെയും അനുസരിക്കുകയാണ് എങ്കിൽ യുളില്ലൂക അൻ സബീലില്ലാഹ്, അവരെല്ലാവരും താങ്കളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിപഴപ്പിച്ചു കളയും. ആരാണ് പറയുന്നത്? റബ്ബാണ് പറയുന്നത്. ഭൂരിഭാഗത്തെ നോക്കി നമ്മുടെ സത്യത്തിന് അളന്നു കഴിഞ്ഞാൽ നമ്മൾ വഴികേടിലായിത്തീരും.